ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന WPR എക്സാമിന് ചോദിച്ചുകൊണ്ട ചോദ്യങ്ങൾ, പിന്നെ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഇത്. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ SWA, സ്റ്റോപ്പ് വർക്ക് അതോറിറ്റി. അത് എന്താണെന്ന്, സ്റ്റോപ്പ് വർക്ക് അതോറിറ്റി അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതൊരു ആൻസറുമാണ്. പിന്നെ അതിന് എത്ര സ്റ്റെപ്പുകളുണ്ടെന്ന് ചോദിക്കും. അത് 5 സ്റ്റെപ്പുകളാണുള്ളത്. അതെന്തൊക്കെയാണെന്ന് ചോദിക്കും. സ്റ്റോപ്പ്, നോട്ടിഫൈ, ഇൻവെസ്റ്റിഗേറ്റ്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഫോളോ അപ്പ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. പിന്നെ നമുക്ക് ചോദിക്കുന്നത് വെച്ചാൽ വർക്ക് അറ്റ് ഹൈറ്റിനെ പറ്റി ചോദിക്കും. വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 മീറ്റർ തൊട്ടാണ് നമ്മൾ വർക്ക് അറ്റ് ഹൈറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ 1.8 മീറ്റർ തൊട്ട് നമ്മൾ സ്കഫോൾഡ് വർക്കോ എന്തെങ്കിലും വർക്ക് ചെയ്യണം, നമ്മൾ ഫുൾ ബോഡി ഹാർനസ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ അത് കയറാൻ. 6 മീറ്റർ ആണെങ്കിൽ അത് ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വർക്ക് അറ്റ് ഹൈറ്റിനകത്ത് നമുക്ക് 3 കളറുകളുണ്ട്. അതായത് ഗ്രീന്, യെല്ലോ, റെഡ്. 3 ടാഗുകളാണ്. അത് ഗ്രീൻ എല്ലായിടത്തെയും പോലെ ഗ്രീൻ സേഫ് ആക്സസ് ആണ്, നോ പ്രോബ്ലം, നമുക്ക് യൂസ് ചെയ്യാം. യെല്ലോ ആണെങ്കിൽ നമ്മൾ ഫുൾ ബോഡി ഹാർനസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം യൂസ് ചെയ്യണം. റെഡ്, നോ ആക്സസ്. പിന്നെ നമുക്ക് എക്സ്കവേഷനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്കവേഷനകത്ത് ചോദിക്കുന്നത് വെച്ചാൽ എക്സ്കവേഷൻ്റെ കൊളാപ്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിക്കും. ബെഞ്ചിങ്, ഷോറിങ്, സ്ലോപ്പിങ്, ആ ഒരു 3 മെത്തേഡ് ഉപയോഗിച്ച് അതൊരു ക്വസ്റ്റ്യനും ആൻസറുമാണ്. പിന്നെ നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണമെന്ന് അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മൾ മെക്കാനിക്കൽ വർക്കൊക്കെ നിർത്തി ഒരു 3 മീറ്റർ മുമ്പ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് നമുക്കുണ്ടെങ്കിൽ ഒരു 3 മീറ്റർ മുമ്പ് നമ്മൾ മെക്കാനിക്കൽ വർക്കുകളെല്ലാം നിർത്തിയിട്ട് നമ്മൾ മാനുവലി വേണം നമ്മൾ എക്സ്കവേഷൻ ചെയ്യാൻ. അത് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ ഈ 2 മീറ്റർ എക്സ്കവേഷനിൽ നിന്ന് 2 മീറ്റർ അകലം പാലിച്ചിരിക്കണം നമ്മുടെ ഹെവി എക്യുപ്മെൻറ്റ് വെഹിക്കിളൊക്കെ. അല്ലെങ്കിൽ ആ ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ, ആ എക്സ്കവേഷൻ്റെ അളവ് എത്രയാണോ ആ അളവ്. ഏറ്റവും കൂടുതൽ ഹെവി എക്യുപ്മെൻറ്റ് കാരണമാണ് മരണങ്ങൾ സംഭവിച്ചത് എന്നും അത് ട്രൂ ഓർ ഫാൾസ് എന്നൊരു ക്വസ്റ്റ്യനായിട്ട് അതും ചോദിക്കാറുണ്ട്.